2 ദിവസം മുമ്പ് സുധിയുടെ ഓർമ്മ ദിവസമായിരുന്നു. അന്നത്തെ ദിവസം ഉണ്ടെങ്കിൽ രേണു സുധിയുടെ ഒരു വീഡിയോ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. രേണു സുധിയുടെ സഹോദരിയൊക്കെ സുധി അടക്കിയ സ്ഥലത്ത് ചെന്നിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന സമയത്ത് രേണുവിന് അന്ന് അവിടെ ചെല്ലാൻ പറ്റിയിട്ടില്ല. വീഡിയോ കോളിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വീഡിയോ കോളിൽ ഭയങ്കരമായിട്ട് കരഞ്ഞ് ഉള്ള വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. ആ ഒരു വീഡിയോ വന്നതിന് ശേഷം പിറ്റേ ദിവസം രേണു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഡാൻസ് കളിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പോസ്റ്റ് ഇട്ടതിന് താഴെ വന്ന് കുറേയധികം പേര് നെഗറ്റീവായിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അല്ലായിരുന്നു ഓർമ്മ ദിവസം, നീ ഭയങ്കരമായിട്ട് കരഞ്ഞിട്ടൊക്കെ ഇപ്പം ഡാൻസ് കളിക്കുന്ന വീഡിയോ എടുത്തിടുവാണോ, നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നാണമില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേയധികം പേര് നെഗറ്റീവായിട്ട് കമൻസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിന് മറുപടി ആയിട്ടാണ് രേണു സുധി വന്നിട്ടുള്ളത്. അന്നത്തെ ദിവസം ആ ഒരു നിമിഷത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും. അതിൽ ഒരു മാറ്റവുമില്ല. എനിക്ക് അന്ന് വിഷമിക്കണമെന്ന് തോന്നി, ഞാൻ വിഷമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ എപ്പോഴും വിഷമിച്ചിരിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് രേണു ചോദിച്ചിട്ടുണ്ടായിരുന്നത്.